സ്വീകരണം പറഞ്ഞത് തെറ്റായ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ജി സുധാകരൻ ഇതേ ചിഹ്നത്തിലാണ് മത്സരിച്ചത്, സ്വതന്ത്ര ചിഹ്നത്തിലാണ് കുഞ്ഞേഷേട്ടൻ മത്സരിച്ചത്, സ്വതന്ത്ര ചിഹ്നത്തിൽ തന്നെയാണ് ഗോവിന്ദേട്ടൻ മത്സരിച്ചത്. അപ്പോൾ ചിഹ്നം ഏതാന്നുള്ളതല്ല, അതൊന്നും വിഷയമല്ല. അതൊക്കെ ജനങ്ങൾക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ജനങ്ങൾ അത്ര വിവരമില്ലാത്തവരൊന്നുമല്ലല്ലോ. അവരെല്ലാവരും ജയിച്ചു എന്നിട്ടും ഒറ്റപ്പാലത്താണെങ്കിൽ ഒട്ടും പോയി. അവരെല്ലാവരും ജയിച്ചു, ആ പരീക്ഷണങ്ങളൊക്കെ വിജയിച്ചു. പക്ഷെ ഒറ്റപ്പാലത്ത് മാത്രം ഉള്ള ഒട്ടും പോയി. പരാജയത്തിലൂടെ ആ പരീക്ഷണം മാത്രം ഒറ്റപ്പാലത്ത് വിജയിച്ചില്ല. ഒറ്റപ്പാലത്ത് ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളെല്ലാം തോറ്റാലും ഒറ്റപ്പാലം എങ്ങനെയെങ്കിലും നഷ്ടപ്പെടുത്തണം എന്ന ധാരണ വെച്ച് ആ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി വളരെ വലിയ ആസൂത്രിതമായൊരു നീക്കം CPM-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആ ഡീൽ എന്താണെന്ന്, അത് ആരൊക്കെയായിട്ടാണ് കച്ചവടം ഉറപ്പിച്ചത് എന്ന് ഞാനിപ്പം പറയുന്നില്ല. പക്ഷേ അടുത്ത് അധികം വൈകാതെ ഞാൻ പത്രക്കാരെ കാണും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പം. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വർദ്ധിച്ചത് ഒറ്റയടിക്ക് കൂടിയത്. UDF-ന്റെ വോട്ടുകൾ എവിടെ പോയി എന്നുള്ളത് UDF പരിശോധിക്കട്ടെ. അല്ല, അത് അവർ പരിശോധിക്കട്ടെ എങ്ങനെയാ പോയത് എന്നുള്ളത്. സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരു കോൺഗ്രസിലെ ആളെ സ്ഥാനാർത്ഥിയാക്കാത്തതാണ് തെറ്റായ കാര്യം. അത് അങ്ങനെയുള്ളൊരു വിഷയമൊന്നും, അങ്ങനെയുള്ളൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. അവിടെ നല്ല യോജിപ്പോട് കൂടിയുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അത്ര ബലമുള്ള പ്രാദേശിക നേതാക്കൾ എന്നോട് ഇവർക്കാർക്കും എതിർപ്പില്ല. അല്ല, അത് അവര് പരിശോധിക്കണം എന്നാ പറഞ്ഞത്. അതെല്ലാം പരിശോധിക്കണം. അതെ, അത് അവര് പരിശോധിക്കട്ടെ. അല്ലല്ല, അത് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അത് ഓരോരുത്തരും ഓരോ ടീം UDF എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓരോ പാർട്ടിയാണല്ലോ. ആ പാർട്ടി എല്ലാം പരിശോധിക്കണം. എന്താ പോയത്, 11,000 വോട്ട് എങ്ങനെ മാറി എന്നുള്ളത് അവർ പരിശോധിക്കും. അതായത് പാർട്ടികൾ പരിശോധിക്കും. അവിടെ മാത്രമല്ല, ആലത്തൂർ വോട്ട് കുറയ്ക്കുന്നതിൽ 12 മണ്ഡലത്തിലും DMF-ന്റെ പ്രവർത്തകരുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ 75,000-ൽ പരം വോട്ടുകൾ ജില്ലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് LDF-ന് നഷ്ടപ്പെട്ടത്. സാങ്കേതികമായി വിജയിച്ചിട്ടുണ്ടാവും 7 സീറ്റ്. പക്ഷെ വോട്ടിന്റെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നിങ്ങൾ പരിശോധിക്കും. അത് കുഴപ്പമൊന്നുമില്ല. അല്ല, DMF രൂപീകരിച്ചത് ഇപ്പൊ ഞങ്ങൾ മാർച്ച് 5-ന് കൺവെൻഷന് ശേഷമാണ് DMF. ഞങ്ങൾ ഒരു സീറ്റിൽ കുറച്ച് വോട്ടിന് പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. ഇപ്പൊ 100 വർഷത്തെ പാരമ്പര്യമുള്ള CPIM-ന് 23 MLA-മാരല്ലേ ഉള്ളൂ കേരളത്തിൽ. ബംഗാളിൽ ഒരു MLA അല്ലേ ഉള്ളൂ. തമിഴ്നാട്ടിൽ DMK-യുടെ പിന്തുണയോടെയല്ലേ 2 MLA. അപ്പൊ 100 വർഷത്തെ പാരമ്പര്യമുള്ള പ്രസ്ഥാനം 23 അസംബ്ലി മെമ്പർമാരല്ലേ കേരളത്തിനകത്തുള്ളൂ. അപ്പൊ അത് പരിശോധിക്കണ്ടേ? അങ്ങനെയല്ല, ഞങ്ങള് മാർച്ച് 5-ന് ഒരു കൺവെൻഷൻ വിപുലമായിട്ട് CPIM-നകത്ത് നിന്ന് അതിന്റെ അഭിപ്രായ വ്യത്യാസമുള്ള എല്ലാവരുടെയും കൂട്ടായ്മ രൂപീകരിക്കുകയും ഒരു മണ്ഡലത്തിൽ ചെറിയൊരു വോട്ടിന് പരാജയപ്പെട്ടിട്ടുണ്ടാവും. പരാജയം എന്താണെന്ന് തെരഞ്ഞെടുപ്പ്, അത് ഇപ്പൊ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പരാജയമൊക്കെ നേരിടും. അതെന്താണെന്നുള്ളത് പരിശോധിക്കുകയും ചെയ്യും. ജയിച്ചു തന്നെയാണ്. അത്ര തന്നെ. 10 വോട്ടിന് ജയിച്ചാലും എത്ര വോട്ടിന് ജയിച്ചാലും ജയിച്ചു തന്നെയാണ്. ആ ജനവിധിയെ പരിപൂർണമായിട്ടും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, അത് മാനിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ അഹങ്കരിക്കേണ്ട ഒരു സ്ഥിതിയൊന്നും CPM-നില്ല. കാരണം CPM-ന്റെ വോട്ട് വർദ്ധിച്ചിട്ടില്ല, CPM-ന്റെ സ്വാധീനത്തിൽ വർധനവേ ഉണ്ടായിട്ടില്ല. പക്ഷേ UDF-ന്റെ വോട്ടുകൾ കുറഞ്ഞു പോയി. ആ കുറഞ്ഞത് കൊണ്ടാണ് UDF-ഉം CPM-ഉം തമ്മിലുള്ള അകലം വർദ്ധിച്ചത്. ആ അകലത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഭൂരിപക്ഷം ഉണ്ടായത്. CPM ശക്തിപ്പെട്ടുകൊണ്ടല്ല. 3834 വോട്ടിനല്ലേ 2021-ൽ അവിടെ മണ്ഡലം വിജയിച്ചത്. 2 മന്ത്രിമാരല്ലേ പാലക്കാട് ജില്ലയിൽ പരാജയപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ. 2 മന്ത്രിമാര് പരാജയപ്പെട്ട ഒരു ജില്ലയാണ്. 75,000 വോട്ട് കുറവാണ്.
ആ ചിറ്റൂര് മണ്ഡലത്തിൽ 33,834 വോട്ടിനാണ് കെ കൃഷ്ണൻകുട്ടിയേട്ടൻ ജയിച്ചത് 2021. ആ 25,000 വോട്ട് കുറഞ്ഞില്ല ഇപ്പൊ. അല്ല LDF-ന് അല്ല, UDF-ന്. തച്ചനാട്ടുകര UDF-ന് ലീഡ്. തച്ചനാട്ടുകര പഞ്ചായത്തിലും കരിമ്പുഴ പഞ്ചായത്തിലും UDF-നാണ്. LDF-നല്ല, UDF-നാ ലീഡ്. അത് പരിശോധിക്കും. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്തെല്ലാം സംഭവിച്ചു, വോട്ടിങ്ങിൽ എങ്ങനെയാണ് കുറവ് വന്നത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം ടീം UDF തന്നെ പരിശോധിക്കും. അത് പരിശോധിക്കാം. ഒന്നുമില്ല, തെരഞ്ഞെടുപ്പിലൊന്നും ആ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ലല്ലോ. കുറ്റം പറയാൻ ഒരു ഭയവുമില്ല. നല്ല ധീരതയോടുകൂടി നിന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. ആരെ കുറ്റം പറയണേ? വോട്ട് പോയി, സീറ്റ് പോയി, എല്ലാം പോയി. അതുകൊണ്ട് മനസ്സിലായി, പക്ഷെ ആരൊന്നും പറയുന്നില്ല. ആരോടാണ് പറഞ്ഞത് പരിശോധിക്കാൻ? അല്ല, അതാണ് പരിശോധിക്കേണ്ടത്. UDF കോൺഗ്രസ് പരിശോധിക്കണം, ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അത് ഞങ്ങൾ പറയാം, നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ ഏത് നേതാവിനോട് എനിക്കറിയാം. ഞാൻ നിങ്ങൾ മീഡിയയുടെ കരുത്തും മീഡിയയുടെ കുശാഗ്ര ബുദ്ധിയും ഒക്കെ നല്ല ധാരണയുള്ള ആളാണ് ഞാൻ. എന്ത് എല്ലാവരും എല്ലാ UDF കോൺഗ്രസ് നേതാക്കന്മാരും അല്ല, അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? എല്ലാ നേതാക്കന്മാരും ആര്? അല്ല, അത് VD സതീശൻ മാത്രമൊന്നുമല്ല. ഇപ്പൊ KC പിന്നെ പ്രധാനപ്പെട്ട ലീഡറല്ലേ, അതായത് അഖിലേന്ത്യാ തലത്തിൽ അറിയപ്പെടുന്ന ലീഡറല്ലേ, കരുത്തുള്ള ലീഡറല്ലേ. VD സതീശൻ പിന്നെ കേരളത്തിലെ സമർത്ഥനായ നേതാവാണ്. ഇവരൊക്കെ ആയിട്ട് എൻ്റെ വ്യക്തിപരമായ ബന്ധമുണ്ട്. അതുമാതിരി തന്നെ രമേശ് ചേട്ടൻ എൻ്റെ അടുത്ത പിന്നെ സുഹൃത്താണ്. ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. എനിക്ക് പ്രത്യേകമായിട്ട് ശശി തരൂർ നമ്മളുടെ വ്യക്തിപരമായിട്ട് നല്ല ബന്ധം. ആര്? അതെല്ലാം കോൺഗ്രസ് അല്ലേ തീരുമാനിക്കേണ്ടത്. അല്ല, കോൺഗ്രസ് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസും UDF-ഉം എല്ലാം തീരുമാനിക്കുന്നൊരു തീരുമാനം, അതെന്ത് തീരുമാനമാണെങ്കിലും അത് ശരിയായ തീരുമാനം തന്നെയായിരിക്കും. അല്ല, അത് മൊത്തത്തിൽ ഈ മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കണക്ക് തന്നെയാണ്. അത് തന്നെയാണ് വല്ലാത്ത ബന്ധമാണ്. കോടിയേരിയുടെ വീടുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. കോടിയേരിയുടെ വിനോദിനേച്ചിയായിട്ട് സംസാരിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ സംസാരിച്ചിട്ടുണ്ട്, ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ആ ബന്ധത്തിനൊന്നും ഒരു പോറലുമില്ല. ഇങ്ങനെ പങ്കുവെച്ച കാര്യം നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലല്ലോ.